കുറഞ്ഞ വിലയിൽ 3 അടിപൊളി ഗ്രേ കളറിൽ വരുന്ന 2011 വി ഓപ്ഷൻ വരുന്ന വാഹനങ്ങളാണ്. 3 വാഹനങ്ങളും മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. മേജർ കംപ്ലയിൻറ്റുകൾ ഫ്ലഡ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കണം. നിങ്ങൾ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എന്ത് മേജർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനൊരു ഓപ്ഷനും ഈ 3 വാഹനത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. 2011 വി ഓപ്ഷനാണ് വരുന്നത് കേട്ടോ. അതിൽ 8 സീറ്റ് വരുന്നുണ്ട്, 7 സീറ്റ് വരുന്നുണ്ട്. ഈ KL 71L 9365 വരുന്നത് 8 സീറ്റ് വാഹനമാണ്. കിലോമീറ്റർ ഓടിയുള്ളത് 1,41,000 കിലോമീറ്ററാണ്. കേരളത്തിൽ ഓൾറെഡി നമ്പറായ വാഹനം കേട്ടോ. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് 6,40,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാം. ഇത് 3 നമ്മൾ ഫിക്സ്ഡ് റേറ്റ് ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ KL 71L 9365 എന്ന വാഹനത്തിൻ്റെ ബോഡി കാര്യങ്ങളും നല്ല വൃത്തി തന്നെ എല്ലാ ഭാഗങ്ങളും വരുന്നത് കേട്ടോ. മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ല. ഇത് ടൈപ്പ് 4ലേക്ക് കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്ത വാഹനമാണ്. ഈ 3 വാഹനങ്ങളും ടൈപ്പ് 2 വരുന്ന വാഹനവും ടൈപ്പ് 4ലേക്ക് കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 4 ഏകദേശം ഒരു 90% 4 ടയർ ഭാഗങ്ങളും വരുന്നുണ്ട് കേട്ടോ. കിലോമീറ്റർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 1,41,000 കിലോമീറ്ററാണ്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് 6,40,000 രൂപ നമ്മളെ കയ്യിൽ കിട്ടേണ്ട റേറ്റാണ്. അതേപോലെ അതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ. മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ലൈനപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയും. പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് കേട്ടോ. ഒരു ഗ്രേ മെറ്റാലിക് കളറിലാണ് വരുന്നത്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഡിക്കി പട്ട ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാക്ക് സൈഡ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത വാഹനം. ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് വരികയാണെങ്കിലേ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ. ഈ ഒരു ഒറ്റ ടയർ മാത്രം ഒരു 20-25% ടയറുണ്ട്. ബാക്കി 3 ടയറുകളും ഒരു 90% ടയർ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. വി ഓപ്ഷൻ ആയതുകൊണ്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്. കമ്പനി സെറ്റ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് വരുന്നുണ്ട്. സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു പഴക്കമുണ്ട്. സീറ്റ് കവറിനൊക്കെ പെട്ടെന്ന് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഡ്രൈവർ സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രം ചെറിയ സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. ബാക്ക് സീറ്റൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് കേട്ടോ. റൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റൂഫും കാര്യങ്ങളാണ്. അതേപോലെ ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിലേ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണിച്ചു തരാൻ കഴിയില്ല. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല കേട്ടോ. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്രോണ്ട് സൈഡൊക്കെയാണ് ഈ കാണിക്കുന്നത്. അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ. ഈ വാഹനത്തിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ നമ്മൾ കാണിച്ചു. അപ്പോൾ ആവശ്യമുള്ളവർ നേരെ PC കാർ സ്പോട്ട് കൊണ്ട് പോകുന്നോളിയും. ഈ വാഹനത്തിന് നമുക്ക് ഫൈനലായിട്ട് 6,40,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. അതേപോലെ ഇത് കേരളത്തിൽ നമ്പറാകാത്ത വാഹനമാണ്. നിങ്ങൾ പറയുന്ന RTO ഓഫീസിക്ക് വേണമെങ്കിൽ എവിടേക്ക് വേണമെങ്കിൽ നമ്പറായി കൊടുക്കാൻ കഴിയും. 2011 വി ഓപ്ഷൻ തന്നെ വരുന്നത്. ഇതും ഗ്രേ കളർ തന്നെ വരുന്നത് കേട്ടോ. ഈ വാഹനത്തിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസിൻ്റെ വേറെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഈ 3 വാഹനത്തിനും ഫ്രണ്ട് ഗ്ലാസ് ഓൾറെഡി മാറിയിട്ടുണ്ട് കേട്ടോ. മേജർ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫ്രണ്ട് ഗ്ലാസ് മാറാത്ത വാഹനങ്ങൾ, പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ വളരെ ചുരുക്കമായിരിക്കും. ഒരു ക്വാർട്ടർ ഗ്ലാസ് മാറിയിട്ടുണ്ട്. പിന്നെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ. ടയർ ഭാഗം ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ഒരു 90% ടയർ ഭാഗം വരുന്നുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു 50% ബാക്ക് സൈഡ് വരുന്നുള്ളൂ കേട്ടോ. ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും ഡിക്കി പട്ട ആഡ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഉണ്ട്. പ്രത്യേകിച്ച് പറയേണ്ടത് അതൊരു ആവശ്യമില്ല ബാക്ക് സൈഡൊന്നും. ഈ ഒരു സൈഡ് ഭാഗം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ഇത് 7 സീറ്റ് വരുന്ന വാഹനമാണ്. 7 സീറ്റിൽ പുതിയ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനം കേട്ടോ. ഇതിന് തന്നെ ഡുവൽ എയർ ബാഗ്, ABS, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് കവേഴ്സൊക്കെ നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ. റൂഫും കാര്യങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂഫും കാര്യങ്ങളുമാണ്. അതേപോലെ ഇതിൻ്റെ എൻജിൻ ഭാഗം നോക്കുകയാണെങ്കിലേ ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. ബാക്ക് ടയർ ഒരു 50%. എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് ഇൻ്റർകൂളർ എൻജിനാണ് വരുന്നത്. തട്ടുമുട്ട് മേജറായിട്ടൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത വാഹനമാണ്. മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കേട്ടോ. ഈ 2011 നമ്പർ ആകാത്ത വാഹനം നമുക്ക് നമ്പർ ആക്കിയിട്ട് നിങ്ങൾ പറയുന്ന RTO ഓഫീസിക്ക് നമ്പർ ആക്കിയിട്ട് നമുക്ക് 6,30,000 രൂപ ഫിക്സഡ് റേറ്റ് ആണ് കേട്ടോ. ഫിക്സഡ് റേറ്റാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻ്റർകൂളർ എഞ്ചിനാണ് വരുന്നത് കേട്ടോ. മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ 2011 മോഡൽ തന്നെ KL 65V 7307. ഇത് കിലോമീറ്റർ ഓടിയുള്ളത് 1,56,000 കിലോമീറ്ററാണ്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പാണ് ഇവിടെ കേരളത്തിൽ നമ്പർ ആക്കിയിട്ടുള്ളത്. ഇതിൽ ഈ വാഹനത്തിന് നമുക്ക് ഫിനാൻസ് കൊടുക്കാൻ കഴിയും. അതേപോലെ ആ ഒരു വാഹനത്തിന് നമ്മൾ ഫിനാൻസ് കൊടുക്കാൻ കഴിയും. അതേപോലെ UK റേസറിന് നമുക്ക് ഫിനാൻസ് കൊടുക്കാൻ കഴിയില്ല. ഈ ഒരു വാഹനത്തിൻ്റെ ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും ക്ലിയറാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് ഉണ്ട്. വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു
80-70% 4 ടയർ ഭാഗങ്ങളും വരുന്നുണ്ട്. ഈ സൈഡ് ബോഡി കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ലൈനപ്പും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും ഡിക്കി പട്ട ആഡ് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്ത് എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. അതേപോലെ സീറ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്ന സീറ്റ് കവറാണ്. നല്ല ബ്രാൻഡ് സീറ്റ് കവറിനാണ് ചെയ്തിട്ടുള്ളത്. ഡാഷ്ബോർഡ് കാര്യങ്ങൾ, ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് 8 സീറ്റ് വാഹനമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗം നോക്കുകയാണെങ്കിൽ ആ ഫ്രണ്ട് സൈഡ് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. അതേപോലെ മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അപ്പോൾ ഈ വാഹനം നമുക്ക് 6,40,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഫിക്സ്ഡ് റേറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസ് ആവശ്യമുള്ളവർക്ക് ഈ സെൻറ്ററത്തെ വാഹനം അല്ലാത്ത ഈ 2 സൈഡത്തെ വാഹനങ്ങൾക്കും നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഏകദേശം ഒരു 2 ലക്ഷം 2.5 ലക്ഷം റുപ്യൊക്കെ ഡൗൺ പേയ്മെൻറ്റ് വരും കേട്ടോ. അപ്പോൾ ഈ 3 വാഹനങ്ങളും മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, മേജർ കംപ്ലയിൻറ്റുകളില്ലാന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് എന്ത് മേജർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.